വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. നമ്മുടെ ടാറ്റ ഇൻട്ര അശോക് ലേലൻ്റെ ദോസ്ത് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇപ്പം ഐഷർ കൂടെ വന്നേക്കുകയാണ്. ഐഷറിൻ്റെ പ്രോ എക്സ് എന്ന് പറഞ്ഞ് പുതിയൊരു വണ്ടി അവർ ഓട്ടോ എക്സ്പോയിൽ കാണിച്ചായിരുന്നു. ഈ ഒരു വണ്ടി ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ഇത് മാർക്കറ്റിലേക്ക് വരുമെന്ന് പറയുന്നത്. അതായത് നല്ലപോലെ തന്നെ ഗ്രോത്തുള്ള സെഗ്മെൻറ്റാണ് ഈ ഒരു ചെറിയ പിക്കപ്പുള്ള സെഗ്മെൻറ്റ്. ആ സെഗ്മെൻറ്റിലേക്ക് ഇപ്പം ഐഷർ കൂടെ വന്നേക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ലുക്ക് നോക്കിയാണെങ്കിൽ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഐഷറിന് മിനി ട്രക്കൊക്കെ ഉണ്ട്. ആ ഒരു വണ്ടി കുറച്ച് ചെറുതാക്കി എങ്ങനെയായിരിക്കും, അതായത് ഒരു പിക്കപ്പിൻ്റെ സൈസിലേക്ക് അവരുടെ ഒരു മിനി ട്രക്ക് മാറ്റി എങ്ങനെയായിരിക്കും, അങ്ങനെയാണ് വണ്ടിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഐഷറിൻ്റെ ആ ഒരു വലിയ ലോഗോ കാണാൻ പറ്റും. DRLോട് കൂടിയ വലിയ ഹെഡ് ലാമ്പുകളാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴത്തായിട്ട് ഫോഗ് ലാമ്പുകളും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നോക്കിയാലും അത്യാവശ്യം വലിപ്പമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വലിപ്പം കൂടിയ വണ്ടി ഇതായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ലോഡ് ബേക്ക് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ഇതിനായിരിക്കും എന്നാണ് കമ്പനി പറഞ്ഞേക്കുന്നത്. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദോസ്തിൻ്റെ ചെറിയൊരു കട്ടും ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. AC ക്യാബിനാണ് വന്നേക്കുന്നത്. പിന്നെ സീറ്റിൻ്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ 2+1 സീറ്റാണ് കൊടുത്തേക്കുന്നത്. ഡ്രൈവറിന് ഇരിക്കാൻ വേണ്ടി ഒറ്റ സീറ്റും അപ്പുറത്ത് പാസഞ്ചേഴ്സിന് ഇരിക്കാൻ വേണ്ടി പാസഞ്ചേഴ്സിന് ഇരിക്കാൻ വേണ്ടി ഒരു 2 പേർക്ക് ഇരിക്കാവുന്ന ബെഞ്ച് സീറ്റുമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ആ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതിൻ്റെ കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ അതും ഡിജിറ്റലിലാണ് വന്നേക്കുന്നത്. അതേപോലെ അവരുടെ സീറ്റ് ബെൽറ്റ് നോക്കുകയാണെങ്കിൽ റെഡ് കളറിലാണ് കൊടുത്തേക്കുന്നത്. അവർ പറയുന്നത് പല സീറ്റ് ബെൽറ്റും ബ്ലാക്ക് കളർ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്യാമറയിലൊക്കെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു റെഡ് കളറുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തെന്നാണ് കമ്പനി പറഞ്ഞേക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ടുകളും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും അവർ കൊടുത്തിട്ടുണ്ട്. 2 ടൺ മുതൽ 3 ടൺ വരെയും കപ്പാസിറ്റിയിലാണ് ഈ ഒരു വണ്ടി അവർ കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നോക്കിയാണെങ്കിൽ നമ്മുടെ ഇൻട്രയുടെ V30, V50, അതേപോലെ ദോസ്ത് പ്ലസ്, ബഡാ ദോസ്ത്, ഈ വണ്ടികളുടെ എല്ലാത്തിനും റൈവലായിട്ടായിരിക്കും ഈ ഒരു പ്രോ എക്സ് എന്ന് പറഞ്ഞ ഐഷറിൻ്റെ വണ്ടി വരാൻ പോകുന്നത്. ഓട്ടോ എക്സ്പോയിൽ അവർ ഇലക്ട്രിക് വേർഷൻ മാത്രമേ ഇപ്പം നിലവിൽ കാണിച്ചിട്ടുള്ളൂ. ഇലക്ട്രിക് വേർഷൻ നോക്കുകയാണെങ്കിൽ 38 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉള്ളൊരു മോഡലും ഉണ്ട്, 40 കിലോ വാട്ട് അവർ ബാറ്ററി ഉള്ളൊരു മോഡലും ഉണ്ട്. 38 കിലോ വാട്ട് അവർ ബാറ്ററി ഉള്ള മോഡലിന് ഏകദേശം ഒറ്റ ചാർജിൽ 160 കിലോമീറ്ററോളം റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. 40 കിലോ വാട്ട് അവറുള്ള മോഡൽ നോക്കുകയാണെങ്കിൽ 180-200 റേഞ്ച് കിട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പവർ നോക്കുകയാണെങ്കിൽ 80 കിലോ വാട്ട് അവറിൻ്റെ ഒരു മോട്ടറാണ് കൊടുത്തേക്കുന്നത്. 300 Nm ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എത്രയ്ക്ക് നല്ല റേഞ്ചാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് അത്യാവശ്യം വലിപ്പം കൂടി അല്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ വലിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ലോങ് പോയാലും കൂടുതൽ ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. ഇതിന് ഡീസൽ മോഡലും CNG മോഡലും ഉടനെ തന്നെ മാർക്കറ്റിൽ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിറങ്ങുമ്പോഴായിരിക്കും ആളുകൾ കൂടുതൽ ഈ ഒരു വണ്ടിയിലേക്ക് തിരിയാൻ പോകുന്നത്. കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയാണ്, നല്ലപോലെ വെയിറ്റ് വലിക്കുന്ന വണ്ടിയാണ്, അത്യാവശ്യം നല്ല കംഫോർട്ടും തരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡീസലും CNG ഒക്കെ ഇറങ്ങാൻ വേണ്ടിയായിരിക്കും കൂടുതൽ ആളുകളും കാത്തിരിക്കുന്നത്. ഉടനെ തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഐഷർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡം ട്രക്കായിട്ടും ഫ്ലാറ്റ് ബെഡിലും റെഫ്രിജറേറ്റർ ട്രക്കായിട്ടും ബോക്സി ട്രക്കായിട്ടും അങ്ങനെ എല്ലാ മോഡലുകളിലും ഇത് അവർ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.